ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൂവിംഗ് കോയിൻ ഗാൽവനോമീറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മൂവിംഗ് കോയിൻ ഗാൽവനോമീറ്ററിന്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ അതിന്റെ പ്രിൻസിപ്പിൾ, അതിന്റെ വർക്കിംഗ്, ഈ കാരണത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോണത് ഈ മൂവിംഗ് കോയിൻ ഗാൽവനോമീറ്റർ നമുക്ക് എങ്ങനെ ഒരു അമ്മീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്കറിയാം, ഈ ഗാൽവനോമീറ്റർ ആണെങ്കിലും അമ്മീറ്ററിലാണെങ്കിലും ഇവിടെ വരുന്ന ഏതാണ്? കറന്റ് ആണ് അല്ലെ. ഈ അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ ലാർജ് കറന്റ് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. അപ്പൊ ഈ ഗാൽവനോമീറ്റർ നമുക്ക് ഒരു അമ്മീറ്റർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് എക്യുപ്മെന്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോണത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ഗാൽവനോമീറ്റർ. ഇതാണ് ഷണ്ട് റെസിസ്റ്റൻസ്. പുതിയ ടേമാണ് ഷണ്ട് റെസിസ്റ്റൻസ്. അപ്പൊ ഈ ഇവിടെ നമ്മുടെ ഈ EMF നിന്ന് കൊടുക്കുന്ന കറന്റാണ് ഐ. ഈ ഐ എന്നുള്ള കറന്റ് ഗാൽവനോമീറ്ററിലേക്ക് IG എന്നുള്ള കറന്റും, അതുപോലെ ഷണ്ട് റെസിസ്റ്റൻസിലേക്ക് IS എന്ന് പറഞ്ഞ കറന്റാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് കാണിച്ചിട്ടുള്ളത്. പിന്നെ പറയുന്നത്, എ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ആൻ അമ്മീറ്റർ ഫോർ മെഷറിംഗ് ലാർജ് കറന്റ്. അതായത് നമ്മൾ ഈ ഗാൽവനോമീറ്ററിൽ നമുക്ക് ഒരു സ്മോൾ കറന്റ് മാത്രമേ മെഷർ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ നമുക്ക് അത് പോരാ, നമുക്ക് ലാർജ് കറന്റ് മെഷർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ലാർജ് കറന്റ് ബൈ കൺവേർട്ടിംഗ് എ സ്യൂട്ടബിൾ ഷണ്ട്. ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഈ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഈ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എ ഷണ്ട് ഈസ് എ ലോ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് എ സെൻസിറ്റീവ് ഗാൽവനോമീറ്റർ ടു റെഡ്യൂസ് ദ സെൻസിറ്റീവ്നെസ് ആൻഡ് പ്രൊട്ടക്ട് ദ ഇൻസ്ട്രുമെന്റ് ഫ്രം ഹെവി കറന്റ്. അതായത് ഇവിടെ നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ ഈ ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇതിന്റെ സെൻസിറ്റീവ്നെസ് കുറക്കാൻ വേണ്ടി, റെഡ്യൂസ് ദ സെൻസിറ്റീവ്നെസ് ആൻഡ് പ്രൊട്ടക്ട് ഫ്രം ഹെവി കറന്റ്. അതായത് ഈ ഇൻസ്ട്രുമെന്റിലേക്ക് ഒരു ഹെവി കറന്റ് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇവിടെ ഈ ഷണ്ട് റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മള് ഈ ഒരു ഗാൽവനോമീറ്റർ നമുക്ക് അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ആ ഷണ്ട് റെസിസ്റ്റൻസിന് നമ്മൾ ഈ ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. ആ ഷണ്ട് റെസിസ്റ്റൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണ്? ആ ഇൻസ്ട്രുമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാം. ഹെവി കറന്റിൽ നിന്നും ആ ഇൻസ്ട്രുമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഷണ്ട് റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ഇൻസ്ട്രുമെന്റിലേക്ക് പോകുന്ന ടോട്ടൽ കറന്റ് I ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ടോട്ടൽ കറന്റ് എന്ന് പറഞ്ഞാൽ ഈ IS ന്റെയും IG യുടെയും സം ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ടോട്ടൽ കറന്റ് I is equal to IG plus IS. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇത് നമ്മൾ ചെയ്യാൻ പോണത്, ഇതിന് ഓരോന്നിനുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? ഈ ഓരോ റെസിസ്റ്റൻസിനുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഗാൽവനോമീറ്റർ. നമുക്കറിയാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാൽ V is equal to I into R ആണ്. അപ്പൊ ഈ ഫസ്റ്റ് കേസ്, ഈ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ കറന്റ് എത്രയാണ്? IG ആണ്. അവിടുത്തെ റെസിസ്റ്റൻസ് G ആണ്. അപ്പൊ അതാണ് നമ്മളിവിടെ IG into G കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഷണ്ട്. ഈ ഷണ്ടിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ എന്താ വരിക? ഇവിടുത്തെ കറന്റ് IS ആണ്, റെസിസ്റ്റൻസ് S ആണ്. അപ്പൊ IS into S. നമുക്കറിയാം, ഈ രണ്ട് പൊട്ടൻഷ്യൽ, ഇവിടുത്തെ വരുന്ന രണ്ട് കറന്റും രണ്ട് പൊട്ടൻഷ്യൽ ഇത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കറിയാം അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ IG into G is equal to IS into S എന്ന് കൊടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിലുള്ള ഈ IS ന്റെ സ്ഥാനത്ത് നമുക്ക് മറ്റൊരു ടേം ആഡ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരു ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 നിന്ന് IS നുള്ളൊരു ഇക്വേഷൻ എഴുതുകയാണ്. എന്താവും വരിക? ഈ IS നെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ IG ഇങ്ങോട്ട് പോകുമ്പോ I മൈനസ് IG അല്ലെ, ഇവിടെ പ്ലസ് IG ഇങ്ങോട്ട് പോകുമ്പോ മൈനസ് IG. അപ്പൊ IS is equal to I മൈനസ് IG. ഇപ്പൊ എന്തായി? IS നുള്ള ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യാണ്? ഈ IS ന് കിട്ടിയ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു നോക്കുകയാണ്. അപ്പൊ ഇക്വേഷൻ നമ്പർ 2 എന്തായിട്ട് മാറും? ബാക്കിയുള്ള IS ന്റെ സ്ഥാനത്ത് മാത്രം I മൈനസ് IG ആവും. ബാക്കിയുള്ള എല്ലാ ടേംസും അതേപോലെ തന്നെ IG into G, അതുപോലെ തന്നെ IS ന്റെ സ്ഥാനത്ത് I മൈനസ് IG into S. ഓക്കെ, ഇനി നമ്മള് IG എന്നുള്ള ടേമിനെ ഒരു സൈഡിൽ നിർത്തുകയാണ്.
എന്താവും വരിക? നമുക്ക് ഇതിന്റെ ബ്രാക്കറ്റ് ഒന്ന് ഒഴിവാക്കാം. ബ്രാക്കറ്റ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ടേമുമായിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഐ ജി ഈ ലെഫ്റ്റ് സൈഡ് അതുപോലെ തന്നെ ബാക്കി എന്താ വരിക? ഐ ഇൻറ്റു എസ് ഐ എസ് മൈനസ് ഐ ജി ഇൻറ്റു എസ് അല്ലേ? ഇത് നമ്മളിവിടെ ഈ ഐ ജി ഉള്ള ടേമിനെ നമ്മള് ഒരു സൈഡിൽ നിർത്തുകയാണ്. അപ്പൊ ഈ മൈനസ് ഐ ജി ഉള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്താ വരിക? ഐ ജി ഇൻറ്റു ജി പ്ലസ് ഐ ജി ഇൻറ്റു എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എസ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ടേമിന്ന് ഐ ജിനെ പുറത്തെടുക്കാം. രണ്ട് ടേമിലും ഐ ജി കോമൺ ആണ്. അപ്പൊ ഐ ജി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ജി പ്ലസ് എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എസ്. എന്ത് ചെയ്യും? നമുക്ക് ഐ ജിക്ക് ഒരു ഇക്വേഷൻ എഴുതിക്കൂടെ? ഐ ജി ഈസ് ഈക്വൽ ടു ഐ എസ് ബൈ IS by G plus S. IS by G plus S. ഇതാണ് നമ്മുടെ ഗാൽവനോമീറ്ററിലേക്ക് വരുന്ന കറന്റ് കാണാനുള്ള ഇക്വേഷൻ. അതായത് ഈ I എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ കറന്റ് ആണ്. നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ കറന്റ് ആണ് I എന്ന് പറഞ്ഞാല്. അപ്പൊ ആ മെയിൻ കറന്റിന്റെ S by G plus S പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗാൽവനോമീറ്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ എസ് ബൈ ജി പ്ലസ് എസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. ഈ എസ് നമുക്ക് ചേഞ്ച് ചെയ്യില്ല, അതേപോലെ തന്നെ ജിയും ചേഞ്ച് ചെയ്യില്ല. അപ്പൊ നമുക്ക് പറയാം എസ് ബൈ ജി പ്ലസ് എസ് എന്ന് പറയുന്നത് വേർ എസ് ബൈ ജി പ്ലസ് എസ് ഇസ് എ കോൺസ്റ്റന്റ് ടേം. അപ്പൊ നമുക്ക് എഴുതാം ഐ ജി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എഴുതിക്കൂടെ? അതായത് കറന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഗാൽവനോമീറ്ററിലുള്ള കറന്റ്. ഐ ജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. അപ്പൊ ഇതാണ് നമ്മള് ഗാൽവനോമീറ്ററിലുള്ള കറന്റ് കാണാനുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് മറ്റൊരു ഇക്വേഷനും കൂടി ഇത് എഴുതാം. ചില കേസിൽ എക്സാമിന് പ്രോബ്ലം ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ഐ ജി കണ്ടുപിടിക്കാൻ പറയും, കറന്റ് കണ്ടുപിടിക്കാൻ പറയും. ചില കേസിൽ ഇവിടുത്തെ ഷണ്ട് റെസിസ്റ്റൻസ് അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താവും വരിക? ഈ ഐ എസ് ഉള്ള ടേമിനെ നമുക്ക് അവിടെ നിർത്താം അല്ലേ? നമുക്ക് ഇതിന് എന്താണ് എസിനുള്ള ഇക്വേഷൻ അല്ല. അപ്പൊ എസ് നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? എസിനെ കോമൺ ആയി പുറത്തെടുക്കാം. പിന്നെ നമ്മളൊരു ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുകയാണ്. ഫ്രം ഇക്വേഷൻ നമ്പർ 3 എന്താ എസ് ഉള്ള ടേമിനെ ഒരു സൈഡിൽ നിർത്താം. അതായത് ഐ ജി ഇൻറ്റു എസ് മൈനസ് ഐ എസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഈ ടേം ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു മൈനസ് വരില്ല. എന്ത് ചെയ്യാം? ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഐ ജി ഇൻറ്റു ജി ഈക്വൽ ടു ഐ എസ് മൈനസ് ഐ ജി ഇൻറ്റു എസ്. ഐ എസ് മൈനസ് ഐ ജി ഇൻറ്റു എസ്. നമുക്ക് എന്തിനുള്ള ഇക്വേഷനാണ് വേണ്ടത്? എസ് കാണാനുള്ള ഇക്വേഷനാണ് വേണ്ടത് അല്ലെ? അപ്പൊ ഇത് നമുക്ക് എസിനെ പുറത്തെടുത്തൂടെ? എസിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ഐ മൈനസ് ഐ ജി ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി. therefore എസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി ബൈ ഐ മൈനസ്. ഇതാണ് നമ്മുടെ ഷണ്ട് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. ഇപ്പൊ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഐ ജി കാണാനുള്ള, അതായത് ഗാൽവനോമീറ്ററിലേക്ക് വരുന്ന കറന്റ് ഐ ജി കാണാനുള്ള ഇക്വേഷനും പഠിച്ചു. അതുപോലെ ഷണ്ട് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനും ഡിറൈവ് ചെയ്തു. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. രണ്ട് കാര്യം വരുന്നുണ്ട്. ഒരു കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ ഉണ്ട്, ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ ഉണ്ട്. അപ്പൊ അതിലൊന്നും ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് രണ്ട് ഇക്വേഷനാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഐ ജി കാണാനുള്ള ഇക്വേഷനും എസ് കാണാനുള്ള ഇക്വേഷനും. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് പറയാൻ പോണത് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ. അപ്പൊ അതിന്റെ വേണ്ടിയിട്ടുള്ള ഫിഗർ ആണ് കാണിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മള് ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസിന്
സീരീസ് ആയിട്ടാണ് നമ്മൾ മറ്റൊരു ഹൈ റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഷണ്ടാണ് കണക്ട് ചെയ്യുന്നത്. ഷണ്ട് എന്ന് പറഞ്ഞാല് ലോ റെസിസ്റ്റൻസ്. ഇവിടെ നമ്മൾ വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഹൈ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇതിനെ ആർന്ന് കാണിച്ചിട്ടുള്ളത്. ഫിഗർ മനസ്സിലാവുന്നുണ്ടാവും. ഐ ജി എന്ന് പറഞ്ഞാല് ഗാൽവനോമീറ്ററിലേക്ക് പോകുന്ന കറന്റ്, ആർ എന്ന് പറഞ്ഞാല് ഹൈ റെസിസ്റ്റൻസ്. ഓക്കെ, നോക്കുക. എ വോൾട്ട്മീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പോയിന്റ്സ് ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അതായത് വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, പൊട്ടൻഷ്യൽ, ഒരു സർക്യൂട്ടിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വോൾട്ട്മീറ്റർ. In order to convert galvanometer into an voltmeter, a suitable high resistance R must be connected in series with it. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു വോൾട്ട്മീറ്റർ ആയിട്ട്, ഒരു ഗാൽവനോമീറ്ററിനെ നമ്മൾ ഒരു വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഹൈ റെസിസ്റ്റൻസിനെ നമ്മൾ ഗാൽവനോമീറ്ററിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ്. ലെറ്റ് ജി ബി ദ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്. ഈ ജി ആണെന്ത്, ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്. ഐ ജി എന്ന് കാണിച്ചിട്ടുള്ളത് ഗാൽവനോമീറ്ററിലുള്ള ഹൈ കറന്റ് ആണ്. അതേപോലെ ലെറ്റ് ഇ ബി ദ മാക്സിമം പൊട്ടൻഷ്യൽ. ഇ എന്ന് കാണിച്ചിട്ടുള്ളത് മാക്സിമം പൊട്ടൻഷ്യൽ ആണ്. ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ നമ്മൾ ഐജിക്കൽ ഇക്വേഷൻ എഴുതിയിരുന്നു. അതേപോലെ ഇവിടെ നമ്മൾ എന്താണ്, ഇവിടെ നമ്മൾ ഐജിക്കൽ ഇക്വേഷൻ എഴുതാണ്. അവിടെ രണ്ട് കറന്റ് ഉണ്ടായിരുന്നു, ഐ ജി ഉണ്ടായിരുന്നു, ഐ എസ് ഉണ്ടായിരുന്നു. ഇവിടെ ഈ സെയിം കറന്റ് തന്നെയാണ് ജിയിലൂടെയും ആറിലൂടെയും പാസ് ചെയ്യുന്നത്. ഒരൊറ്റ കറന്റ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഐജിക്കൽ ഇക്വേഷൻ മാത്രം എഴുതുന്നത്. അപ്പൊ അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ ഓംസ് ലോ. ഓംസ് ലോ പ്രകാരം നമുക്കറിയാം എന്താണ് ഓംസ് ലോ. വി ഈക്വൽ ടു ഐ ആർ. നമ്മൾ ഇവിടെ ഇതിന്റെ കറന്റ്, നമുക്ക് ഐജിക്കൽ ഇക്വേഷൻ എഴുതുന്നത്. അപ്പൊ കറന്റിനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഇതിന് എഴുതണം. ഐ ഈക്വൽ ടു എന്താവും വരിക, ഈ ആർ ഇങ്ങോട്ട് പോകുമ്പോ ഇൻറ്റു ആർ ഇങ്ങോട്ട് പോകുമ്പോ ബൈ ആർ. ഐ ഈക്വൽ ടു വി ബൈ ആർ. ഇനി ഐ ഈക്വൽ ടു വി ബൈ ആർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോണത്. ഐ എന്ന് പറഞ്ഞ കറന്റ് ആണ്. ഈ സർക്യൂട്ടിലെ കറന്റ് ഏതാ, ഐ ജി അല്ലേ. അപ്പൊ അതിന്റെ സ്ഥാനത്ത് നമുക്ക് ഐ ജി എന്ന് കൊടുത്തു. വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താണ്, ഇ ആണ്. അപ്പൊ വിയുടെ സ്ഥാനത്ത് നമ്മൾ ഇ എന്ന് കൊടുത്തു. പിന്നെ ആർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്, ഇവിടെ ജി എന്ന് പറഞ്ഞ റെസിസ്റ്റൻസും ഉണ്ട്, ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആർ പ്ലസ് ജി ആയിരിക്കും. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് നമ്മൾ ആർ പ്ലസ് ജി എന്ന് കൊടുത്തു. ഇനി ഇവിടെ ഈ ഈക്വൽ ടു എന്ത് വരും, ഐ ജി ഇൻറ്റു ആർ പ്ലസ് ജി. അപ്പൊ ഐ ജിക്കുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി അല്ലെ, കറന്റിനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. നമ്മൾ നേരത്തെ കറന്റിനുള്ള ഇക്വേഷൻ എഴുതിയതിനു ശേഷം നമ്മൾ എസിനുള്ള ഇക്വേഷൻ എഴുതി. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണാനുള്ള ഇക്വേഷൻ ഈ ഈക്വൽ ടു ഐ ജി ഇൻറ്റു ആർ പ്ലസ് ജി എഴുതാം. നമുക്കറിയാം ഇതിൽ ആറും ജിയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ഇ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ജി എന്ന് എഴുതാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇനി ഇവിടെ ഈ ആറ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ, നമ്മൾ നേരത്തെ എസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതിയിരുന്നു. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഷണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതേപോലെ ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൈ റെസിസ്റ്റൻസ് ആറ്. അപ്പൊ അതേപോലെ നമുക്ക് ആറ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതിക്കൂടെ. എങ്ങനെയാണ് എഴുതുക, ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. നമ്മുടെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഈ ഒരു ഐ ജി ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ജി എന്നുള്ള ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് ആറിനുള്ള ഇക്വേഷൻ എഴുതുന്നത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ആർ പ്ലസ് ജിനെ ഒരു സൈഡിൽ നിർത്താം, ബാക്കി എല്ലാ ടേമിനെയും ഒരു സൈഡിൽ നിർത്താം. എന്താ വരിക, ആർ പ്ലസ് ജി ഈക്വൽ ടു ഇ ബൈ ഐ ജി. നമുക്ക് വേണ്ടത് ആറിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ പ്ലസ് ജി ഇങ്ങോട്ട് പോകുമ്പോ എന്താ വരിക, ഇ ബൈ ഐ ജി മൈനസ് ജി. ഇതാണ് ആറ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഹൈ റെസിസ്റ്റൻസ് ആറ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മൾ രണ്ട് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ ആൻഡ് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ. ആ രണ്ട് ടോപ്പിക്കിലായിട്ട് നമ്മൾ 4 ഇക്വേഷൻ പഠിച്ചു അല്ലെ. ഐ ജി കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്ററിൽ നമ്മൾ പറഞ്ഞത് ഐ ജിയുടെ ഇക്വേഷൻ പഠിച്ചു, ഐ എസ് പഠിച്ചു, എസ് കാണുന്ന ഇക്വേഷൻ പഠിച്ചു. അതേപോലെ ഇതിൽ നമ്മൾ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്ററിൽ ഐ ജി കാണുന്ന ഇക്വേഷനും പഠിച്ചു, അതുപോലെ ആറ് കാണുന്ന ഇക്വേഷനും പഠിച്ചു.
അപ്പൊ നമ്മള് ഇത്രയാണ് നിങ്ങളെ തേർഡ് മൊഡ്യൂളില് പറയുന്ന കാര്യങ്ങള്. ഇനി നമുക്ക് ഇതില് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി നമ്മള് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് പറയണത്. എക്സാം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് പ്രോബ്ലംസ്. ഫസ്റ്റ് പ്രോബ്ലം ആണ്, 2 wires have an effective resistance 8 ohm when connected in series and 1.5 ohm when connected in parallel. Find the individual resistance. അതായത് ഒരു സർക്യൂട്ടില് രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 8 ഓം ആണെന്ന് കിട്ടി. അതേ റെസിസ്റ്റൻസ് തന്നെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തപ്പോ 1.5 ഓം ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? അതിപ്പോ നമ്മൾ കൺസിഡർ ചെയ്യണത് ഒരു R1 ആൻഡ് R2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇത് രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോ 8 ഓമും അതേപോലെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തപ്പോ 1.5 ഓമാണ് കിട്ടിയത്. അത് ആ രണ്ട് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ R1ന്റെയും R2ന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പോണത്. ഫസ്റ്റ് നോക്കുക, നമ്മൾ പറഞ്ഞു സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 8 ഓം ആണെന്ന് പറഞ്ഞു. നമുക്കറിയാം രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? RS ഈക്വൽ ടു R1 പ്ലസ് R2 ആണ് അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം R1 പ്ലസ് R2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോ എന്താ കിട്ടിയത്? 8 അല്ലെ? 8 ഓം ആണെന്ന് കിട്ടി. അപ്പൊ അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു അല്ലെ? ഇതൊക്കെ അല്ലേ ഇത് എഴുതിയത്? അതായത് RS ഈക്വൽ ടു R1 പ്ലസ് R2 ആണ് നമുക്കറിയാം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ RS ഈക്വൽ ടു R1 പ്ലസ് R2 ആണ്. അപ്പൊ ഈ RS എന്താണെന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത്, RSന്റെ സ്ഥാനത്ത് എന്താണെന്നുള്ളത് 8 ഓം ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളോട് പറയാത്ത കാര്യം എന്താണ്? ഈ R1ന്റെയും R2ന്റെയും വാല്യൂ ആണ്. ഇതേപോലെ നമ്മൾ അടുത്ത ഡാറ്റ എഴുതി വെക്കാണ്. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ RP is equal to R1 R2 by R1 plus R2 ആണ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ RPന്റെ വാല്യൂ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 1.5 ആണ്. അപ്പൊ അതിന്റെ സ്ഥാനത്ത് നമുക്ക് 1.5 കൊടുക്കാം. R1 R2 by R1 plus R2 is equal to 1.5. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലെ? ഇവിടെ നമ്മൾ ഈ 1.5 ഓമിന് നമ്മള് പോയിന്റ് മാറ്റിയിട്ട് 3/2 എഴുതാണ്. രണ്ട് ഈക്വൽ ആണ്. 3/2 ആണെങ്കിലും 1.5 കാൽക്കുലേഷൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോയിന്റ് മാറ്റിയിട്ടുള്ളത്. ഇനി പോയിന്റ് ഇട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത് ഈ R1 പ്ലസ് R2നെ നമ്മൾ 3/2ന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. നമുക്ക് വേണ്ട എന്താണ്? R1ന്റെയും R2ന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ അതിന് വേണ്ടി ചെറിയ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യുകയാണ്. ഈ R1 പ്ലസ് R2നെ നമ്മൾ ഈ സൈഡിലേക്ക് ഒന്ന് കൊണ്ടുപോവാണ്. അപ്പൊ എന്താവും വരിക? R1 R2 is equal to 3/2 into R1 plus R2 എന്ന് കിട്ടി. 3/2 into R1 plus R2. ഇവിടെ നോക്കുക, ഇവിടെ ഒരു R1 plus R2 ഉണ്ട്. ഈ R1 plus R2ന്റെ വാല്യൂ നമ്മളിവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? R1 plus R2 is equal to 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ R1 plus R2ന്റെ സ്ഥാനത്ത് 8 കൊടുത്തൂടെ? അവിടെ നമ്മള് ഈ R1 plus R2ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാണ്? അതിന്റെ വാല്യൂ 8 എന്ന് കൊടുക്കാണ്. 3/2 into 8. അപ്പൊ എന്താ വരിക? 3/2 into 8 എന്ന് പറയുമ്പോ 2 8 കൊണ്ടാകുമ്പോ 4. 4 into 3 12. നമ്മൾ ഇക്വേഷൻ നമ്പർ 3 കൊടുത്തു. അപ്പൊ R1 R2 is equal to 12 ആണെന്ന് കിട്ടി. ഇപ്പോഴും നമുക്ക് R1ന്റെയും R2ന്റെയും വാല്യൂ കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഇത് ചെയ്യാൻ പോണത് ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ മാത്സിലൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. യൂസിങ് ഐഡന്റിറ്റി
a minus b whole square is equal to a plus b whole square minus 4ab. ഈ ഒരു ഐഡന്റിറ്റി നമ്മൾ യൂസ് ചെയ്യാണ്. നിങ്ങൾ മാത്സിലൊക്കെ പഠിക്കുന്ന ഒരു ഐഡന്റിറ്റി ആണ് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. ഇതിൽ എന്റെയും ബിന്റെ സ്ഥാനത്ത് എന്താണ് കൊടുക്കുന്നത്? R1ഉം R2. അപ്പൊ എന്താവും വരിക? R1 മൈനസ് R2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഉള്ളിടത്തൊക്കെ R1ഉം ബി ഉള്ളിടത്തൊക്കെ R2ഉം. അപ്പൊ R1 പ്ലസ് R2 ഹോൾ സ്ക്വയർ മൈനസ് 4R1 R2 അല്ലേ? ഇനി ഇവിടെ നോക്കുക. ഈ R1 മൈനസ് R2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2ന്റെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 8 ohm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ R1 പ്ലസ് R2ന്റെ സ്ഥാനത്ത് 8 എന്ന് കൊടുത്തു. മൈനസ് 4 ഇൻറ്റു R1 R2ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 12 ആണ്. അപ്പൊ അതിന്റെ സ്ഥാനത്ത് 12 എന്ന് കൊടുത്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു 8ന്റെ സ്ക്വയർ 64 മൈനസ് 12 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 48. ദാറ്റ് ഇസ് ഈക്വൽ ടു 16 അല്ലേ? R1 മൈനസ് R2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 എന്ന് കിട്ടി. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇതിനല്ല, ഇവിടെ സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയർ ഒഴിവാക്കണ്ടേ? ഈ സ്ക്വയർ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോ √16 ആവും. അപ്പൊ എന്താവും വരിക? R1 മൈനസ് R2 ഇസ് ഈക്വൽ ടു 4 അല്ലേ? ആണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി നിങ്ങൾ മുമ്പ് ഫസ്റ്റിൽ എഴുതിയിട്ടുള്ള നമുക്ക് തന്ന ഡാറ്റ R1 പ്ലസ് R2 ഇസ് ഈക്വൽ ടു 8 എന്നുള്ള ഇക്വേഷൻ, അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നാ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടി ഉപയോഗിച്ചിട്ട് നമ്മൾ R1ന്റെയും R2ന്റെയും വാല്യൂസ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ കൺസിഡർ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 4. ഏതൊക്കെയാണ്? R1 പ്ലസ് R2 ഈക്വൽ ടു 8. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. R1 മൈനസ് R2 ഇസ് ഈക്വൽ ടു 4. ഇതാണ് ഇക്വേഷൻ നമ്പർ 4. ഇത് രണ്ടും കൂടെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? R1ന്റെയും R2ന്റെയും വാല്യൂ കിട്ടും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷനും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് 4 എന്താവും വരിക? R1 പ്ലസ് R1 2R1 അല്ലേ? പ്ലസ് R2 മൈനസ് R2 0 ഈക്വൽ ടു 8 പ്ലസ് 4 എന്ന് പറയുമ്പോ 12. ഇതിന് 2R1 is equal to 12. Therefore R1 is equal to 12 by 2. Therefore R1 is equal to 12 by 2 എന്ന് പറയുമ്പോ 6 ohm. ഇതൊക്കെയല്ലേ രണ്ട് ഇക്വേഷൻ കൺസിഡർ ചെയ്ത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളത്. അപ്പൊ രണ്ടും ഒരേ കോൺസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ ആ ഇക്വേഷൻ പ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ ടേം 0 ആയിട്ട് പോയി. ഒരു ടേം 0 ആയി പോയി കഴിഞ്ഞാൽ മറ്റേ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. 2R1 plus 0 is equal to 12. That is R1 is equal to 12 by 2. 12 by 2 എന്ന് പറയുമ്പോൾ 6. അപ്പൊ നമുക്ക് R1ന്റെ വാല്യൂ കിട്ടി 6 ആണെന്നുള്ളത്. ഒരു വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അടുത്ത വാല്യൂ കിട്ടും. എങ്ങനെ കിട്ടുക? ഈ R1ന്റെ വാല്യൂ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഒന്ന് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് കൊടുത്തു നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് the value of R1 in equation number 1. എന്താവും വരിക? R1ന്റെ സ്ഥാനത്ത് 6. എന്താവും വരിക? 6 plus R2 is equal to 8. R2 is നമുക്ക് R2ന്റെ വാല്യൂ ആണ് വേണ്ടത്. ഈ 6 ഇങ്ങോട്ട് പോകുമ്പോ -6 ആയി. 8 minus 6. That is R2 is equal to 2 ohm. അപ്പൊ R2ന്റെ വാല്യൂയും കിട്ടി, R1ന്റെ വാല്യൂയും കിട്ടി, R2ന്റെ വാല്യൂയും കിട്ടി. ഇങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലം. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്.
ചില സമയത്ത് നമ്മുടെ ആ സീരീസിന്റെയും പാരലാവുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഉണ്ടല്ലോ, ഒന്ന് 8 ഓം ഒന്ന് 1.5 ഓം എന്നുള്ളത്, അത് ചിലപ്പോൾ ഒന്ന് മാറ്റി ചോദിക്കാറുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് അതേപോലെ തന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്ത മെത്തേഡൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, നമുക്ക് തന്ന ഡാറ്റ ആദ്യം എഴുതി, എന്നിട്ട് നമ്മൾ ഇതിൽ എക്സ്ട്രാ യൂസ് ചെയ്യുന്ന ഒരു ഐഡന്റിറ്റിയാണ് മാത്സിൽ ഉപയോഗിക്കുന്നത്. a പ്ലസ് ബി ഹോൾ സ്ക്വയർ is equal to a മൈനസ് ബി ഹോൾ സ്ക്വയർ is equal to a പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻ ആണ് നമ്മൾ ഇതിൽ എക്സ്ട്രാ യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് നമുക്ക് തന്ന ഡാറ്റ ഒക്കെ ആഡ് ചെയ്തു, എന്നിട്ട് അത് ഉപയോഗിച്ച് രണ്ട് സിമ്പിൾ ഇക്വേഷൻ ആക്കി. r1 പ്ലസ് r2 ഇക്വേഷൻ നമുക്ക് ആദ്യം അറിയാം, ഒരു r1 മൈനസ് r2 ഇക്വേഷൻ നമ്മൾ കൊണ്ടുവന്നു. എന്നിട്ട് ആ രണ്ട് ഇക്വേഷൻ കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് r1ന്റെയും r2ന്റെയും വാല്യൂ കിട്ടി. ഇനി ഇതേപോലെ കുറെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.